ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. സുവോളജിയുടെയും ബോട്ടണിയുടെയും കോമൺ ടോപ്പിക്കായ ബയോകെമിസ്ട്രിയിൽ വരുന്ന ലിപ്പിഡ്സും മെറ്റാബോളിസം ഓഫ് ലിപ്പിഡ്സുമാണ് ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ 100 ക്വസ്റ്റ്യനും സുവോളജിക്കാർക്കുള്ളതാണ്, എന്നാൽ 88 ക്വസ്റ്റ്യൻ വരെ ബോട്ടണിക്കാർക്കുള്ളതാണ്. ഇതിൽ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോട്ടണിക്കാർ മാത്രം കൺസിഡർ ചെയ്താൽ മതിയാവും, സുവോളജിക്കാർ അത് പഠിക്കേണ്ടതില്ല. അതുപോലെ തിരിച്ച് അനിമൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ബോട്ടണിക്കാർ കൂടുതലായിട്ട് അത് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പോകാം ക്ലാസ്സിലേക്ക്. ലിപ്പിഡ്സ്, അതുമായി ബന്ധപ്പെട്ട ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമ്പൗണ്ട് ലിപ്പിഡ്? ലിപ്പിഡിന്റെ ക്ലാസിഫിക്കേഷൻ ആദ്യം അറിഞ്ഞിരിക്കുക. കോമ്പൗണ്ട് ലിപ്പിഡ് തന്നിരിക്കുന്നതിൽ ഏതാണ്? ട്രൈഗ്ലിസറൈഡ് ആണോ, വാക്സ് ആണോ, ഫോസ്ഫോ ലിപ്പിഡ്സ് ആണോ, സ്റ്റിറോയിഡ് ആണോ? അപ്പൊ ഫോസ്ഫോ ലിപ്പിഡ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ലിപ്പിഡ്. അപ്പൊ എന്താണ് കോമ്പൗണ്ട് ലിപ്പിഡ് നോക്കാം. Compound lipids contain additional groups like phosphate, while simple lipids are just fatty acid and glycerol. Compound lipidsലെ അഡീഷണൽ ഗ്രൂപ്പുകൾ, ഫോസ്ഫേറ്റ് ഉള്ള ഗ്രൂപ്പുകൾ കാണപ്പെടുമ്പോൾ സിമ്പിൾ ലിപ്പിഡ്സിനകത്ത് ഫാറ്റി ആസിഡും ആൽക്കഹോളും മാത്രമായി കാണപ്പെടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിമ്പിൾ ലിപ്പിഡ്? അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ സിമ്പിൾ ലിപ്പിഡ് എന്ന് നോക്കാം. ഫോസ്ഫോലിപ്പിഡ് കോമ്പൗണ്ട് ആണ് നമുക്കറിയാം. ഗ്ലൈക്കോലിപ്പിഡ്, ദെൻ ട്രൈഗ്ലിസറൈഡ്, ലിപ്പോപ്രോട്ടീൻ. ഇതിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം ട്രൈഗ്ലിസറൈഡ് അതൊരു സിമ്പിൾ ലിപ്പിഡ് ആണ്, ബാക്കിയെല്ലാം കോമ്പൗണ്ട് ലിപ്പിഡ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലെ ട്രൈഗ്ലിസറൈഡും വാക്സും സ്റ്റിറോയിഡും എല്ലാം സിമ്പിൾ ലിപ്പിഡ് ആണ്, ഫോസ്ഫോലിപ്പിഡ് മാത്രമാണ് കോമ്പൗണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യനും കോമ്പൗണ്ട് ലിപ്പിഡിന്റെയും സിമ്പിൾ ലിപ്പിഡിന്റെ എക്സാമ്പിൾ മനസ്സിലാക്കാം. ലിപ്പിഡ്സ് ദാറ്റ് ഈൽഡ് ഫാറ്റി ആസിഡ് ആൻഡ് ആൽക്കഹോൾ അപ്പോൺ ഹൈഡ്രോളിസിസ് ആർ കാൾഡ്. ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ ഫാറ്റി ആസിഡും ആൽക്കഹോളും കിട്ടുന്ന ലിപ്പിഡുകളെ എന്ത് പറയാം? അതാണ് സിമ്പിൾ ലിപ്പിഡ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമ്പൗണ്ട് ലിപ്പിഡ്? തന്നിരിക്കുന്നതിൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് ലിപ്പിഡ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഇപ്പൊ കൊളസ്ട്രോൾ ഉണ്ട്, വാക്സ് ഉണ്ട്, ലെസിത്തിൻ ഉണ്ട്, ഫാറ്റി ആസിഡ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ലെസിത്തിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് ലിപ്പിഡിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നേരത്തെ പഠിച്ച കോമ്പൗണ്ട് ലിപ്പിഡ്സിന്റെ കൂടെ ലെസിത്തിനും കൂടെ ഓർത്തിരിക്കുക. ഫോസ്ഫോലിപ്പിഡ്സ് ബിലോങ്സ് ടു വിച്ച് ക്ലാസ് ഓഫ് ലിപ്പിഡ്സ്? നേരത്തെ പറഞ്ഞു ഫോസ്ഫോലിപ്പിഡ്സ് ഏതിൽ വരുന്നതാണ്? കോമ്പൗണ്ട് ലിപ്പിഡ്സ് വരുന്നതാണ്. കൊളസ്ട്രോൾ ഈസ് ക്ലാസിഫൈഡ് അണ്ടർ. കൊളസ്ട്രോൾ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? അത് ഡിറൈവ്ഡ് ലിപ്പിഡ് ആണ്. ഡിറൈവ്ഡ് ലിപ്പിഡിന്റെ എക്സാമ്പിൾ ആണ് കൊളസ്ട്രോൾ. വാക്സസ് ആർ എസ്റ്റേഴ്സ് ഓഫ്. വാക്സസ് എന്ന് പറയുന്നത് എന്തിന്റെ എസ്റ്ററുകളാണ്? ഫാറ്റി ആസിഡിന്റെയും ലോങ് ചെയിൻ ആൽക്കഹോളിന്റെ എസ്റ്ററുകളായിരിക്കും. ഗ്ലൈക്കോലിപ്പിഡ്സ് കണ്ടെയ്ൻ. ഗ്ലൈക്കോലിപ്പിഡ്സ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പുകളായി കാണപ്പെടുന്നു. വിച്ച് ലിപ്പിഡ് ഈസ് നോട്ട് സാപ്പോണിഫൈബിൾ? തന്നിരിക്കുന്നതിൽ സാപ്പോണിഫൈബിൾ അല്ലാത്ത ലിപ്പിഡ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആണ്. ന്യൂട്രൽ ഫാറ്റ്സ് ആർ ആൾസോ നോൺ ആസ്. ന്യൂട്രൽ ഫാറ്റുകളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ട്രൈഗ്ലിസറോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിറൈവ്ഡ് ലിപ്പിഡ്? തന്നിരിക്കുന്നതിൽ ഡിറൈവ്ഡ് ലിപ്പിഡ് ഫാറ്റി ആസിഡ് ആണ്. ലിപ്പോപ്രോട്ടീൻസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ. ലിപ്പോപ്രോട്ടീൻസ് നമുക്ക് ഏതിൽ കാറ്റഗറൈസ് ചെയ്യാം, ഏതിന്റെ ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്യാം? കോമ്പൗണ്ട് ലിപ്പിഡ്സിലാണ് ലിപ്പോപ്രോട്ടീൻസ് വരുന്നത്. സ്റ്റിറോയിഡ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം. സ്റ്റിറോയിഡ് ഐസോപ്രീൻ യൂണിറ്റുകളിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിമ്പിൾ ലിപ്പിഡ്? നേരത്തെ പഠിച്ച എക്സാമ്പിൾ ഓർത്ത് നോക്കുമ്പോൾ അറിയാം ഫാറ്റി ഓയിൽ വാക്സ് ഒക്കെ സിമ്പിൾ ലിപ്പിഡ് ആണ്, അപ്പൊ ഫോസ്ഫോലിപ്പിഡ് ആണ് സിമ്പിൾ ലിപ്പിഡ് അല്ലാത്തത്. ദ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ് ഇൻക്ലൂഡ്. ലിപ്പിഡ്സിന്റെ മെയിൻ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് ലിപ്പിഡുകൾ 3 തരത്തിലുണ്ട്: സിമ്പിൾ ലിപ്പിഡ്, കോമ്പൗണ്ട് ലിപ്പിഡ് ആൻഡ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. സെഫാലിൻസ് ബിലോങ്സ് ടു. സെഫാലിൻ എന്ന് പറയുന്നത് ഏതിനകത്ത് വരുന്നതാണ്? ഫോസ്ഫോലിപ്പിഡ്സിൽ വരുന്നതാണ്. ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് മോസ്റ്റ് ലിപ്പിഡ്സ്. മോസ്റ്റ് ലിപ്പിഡ്സിന്റെ സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡുകളായിരിക്കും. എ ഫാറ്റി ആസിഡ് കൺസിസ്റ്റ് ഓഫ്. ഫാറ്റി ആസിഡ് ഉള്ളത് ഹൈഡ്രോ കാർബൺ ചെയിൻ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. നമ്മൾ പ്ലസ് 1 ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺ ചെയിനും കാർബോക്സിൽ ഗ്രൂപ്പും വരുന്നതാണ് ഫാറ്റി ആസിഡ്. ദ ജനറൽ ഫോർമുല ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2COOH. Unsaturated fatty acid contain double bonds in hydrocarbon chain. ഡബിൾ ബോണ്ട് ഉള്ളത് അൺസാച്ചുറേറ്റഡും സിംഗിൾ ബോണ്ട് ഉള്ളത് സാച്ചുറേറ്റഡ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഡബിൾ ബോണ്ട് കാണപ്പെടുന്ന ഹൈഡ്രോകാർബൺ ചെയിൻ ഉള്ളതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ദ ഫാറ്റി ആസിഡ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഫാറ്റി ആസിഡ് കാണപ്പെടുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്കറിയാം COOH ആണ്. ട്രൈഗ്ലിസറൈഡ്സ് ആർ ഫോംഡ് ബൈ എസറിഫിക്കേഷൻ ഓഫ്. ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകുന്നത്
ഒരു ഗ്ലിസറോളിന്റെയും 3 ഫാറ്റി ആസിഡിന്റെ എസ്റ്ററിഫിക്കേഷൻ നടന്നാണ് ഉണ്ടാകുന്നത്. ദ ബാക്ക് ബോൺ ഓഫ് ട്രൈഗ്ലിസറൈഡ്. ട്രൈഗ്ലിസറൈഡിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഗ്ലിസറോളാണ്. ഫോസ്ഫോലിപ്പിഡ്സ് ഡിഫർ ഫ്രം ട്രൈഗ്ലിസറൈഡ് ബൈ ഹാവിംഗ്. ഫോസ്ഫോലിപ്പിഡ്സ് ട്രൈഗ്ലിസറിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ആ ഫോസ്ഫോലിപ്പിഡ്സിൽ എന്തുള്ളത് കൊണ്ടാണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ്. ഫോസ്ഫോലിപ്പിഡ്സ് ആർ ആംബിപതിക് ബിക്കോസ് ദേ കണ്ടെയ്ൻ. ഫോസ്ഫോലിപ്പിഡ്സിൽ എന്തുള്ളത് കൊണ്ടാണ് ആംബിപതിക് എന്ന് പറയുന്നത്? ബോത്ത് ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക് റീജിയനും ഉള്ളത് കൊണ്ടാണ് അതിനെ ആംബിപതിക് എന്ന് അറിയപ്പെടുന്നത്. ദ ഹൈഡ്രോഫിലിക് ഹെഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് കണ്ടെയ്ൻ. ഫോസ്ഫോലിപ്പിഡ്സിന്റെ അകത്തുള്ള ഹൈഡ്രോഫിലിക് ഹെഡ്, അതായത് ഹെഡ് നമുക്ക് ഹൈഡ്രോഫിലിക് ആണെങ്കിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളായിരിക്കും. ദ ഹൈഡ്രോഫോബിക് ടെയിൽ ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് ഇസ് മേഡ് അപ്പ് ഓഫ്. എന്നാൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയില് ഫാറ്റി ആസിഡ് കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ദ സ്ട്രക്ചർ ഓഫ് സ്റ്റിറോയിഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. സ്റ്റിറോയിഡിന്റെ സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് 4 ഫ്യൂസ്ഡ് കാർബൺ റിങ്ങുകളായിരിക്കും. കൊളസ്ട്രോൾ കണ്ടെയ്ൻ. കൊളസ്ട്രോൾ കാണപ്പെടുന്നത് 4 ഫ്യൂസ്ഡ് റിങ്ങുകളായിരിക്കും. സിസ് കോൺഫിഗറേഷൻ ഇൻ ഫാറ്റി ആസിഡ് കോസസ്. ഫാറ്റി ആസിഡിലെ സിസ് കോൺഫിഗറേഷൻ എന്തിന് കാരണമാകും? ബെൻഡിങ് ഓഫ് ഹൈഡ്രോകാർബൺ ചെയിൻ. ഹൈഡ്രോകാർബൺ ചെയിൻ ബെൻഡ് ചെയ്യുന്നതിന് കാരണമാകും. ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ. ട്രാൻസ് ഫാറ്റി ആസിഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് സ്ട്രക്ചർ സിമിലർ ടു സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആയിരിക്കും. എസ്റ്റർ ബോണ്ട് ഇൻ ലിപ്പിഡ്സ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ. ലിപ്പിഡ്സിലെ എസ്റ്റർ ബോണ്ട് ഉണ്ടാകുന്നത് ആരൊക്കെ തമ്മിൽ? കാർബോക്സിൽ ഗ്രൂപ്പും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും തമ്മിലായിരിക്കും. വിച്ച് ലിപ്പിഡ് കമ്പോണന്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ട്രൈഗ്ലിസറൈഡ്. ട്രൈഗ്ലിസറിഡിൽ കാണാത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇരിക്കുന്ന നമുക്കറിയാം. ട്രൈഗ്ലിസറൈഡ് ഒക്കെ സിമ്പിൾ ലിപ്പിഡ് അല്ലേ, അപ്പൊ അതിനകത്ത് വരാത്തത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. സ്ഫിംഗോ ലിപ്പിഡ്സ് കണ്ടെയ്ൻ. സ്ഫിംഗോ ലിപ്പിഡ്സ് കാണപ്പെടുന്നത് സ്ഫിംഗോസിൻ ബാക്ക് ബോൺ ആയിരിക്കും. ദ പോളാർ ഹെഡ് ഗ്രൂപ്പ് ഇൻ ഗ്ലൈക്കോലിപ്പിഡ്സ് കണ്ടെയ്ൻ. ഗ്ലൈക്കോലിപ്പിഡ്സിലെ പോളാർ ഹെഡ് കാണപ്പെടുന്നത് കാർബോഹൈഡ്രേറ്റുകളായിരിക്കും. The number of carbon atoms in natural fatty acids usually എപ്പോഴും നാച്ചുറൽ ഫാറ്റി ആസിഡിൽ കാണപ്പെടുന്ന നമ്പർ ഓഫ് കാർബൺ എപ്പോഴും ഈവൻ നമ്പറിലായിരിക്കും കാണപ്പെടുന്നത്. ലിപ്പിഡ്സ് ആർ ജനറലി ഹൈഡ്രോഫോബിക്. ലിപ്പിഡുകളെല്ലാം ജനറലി ഹൈഡ്രോഫോബിക് ആയിരിക്കും. ലിപ്പിഡ്സ് ആർ സോളുബിൾ. ലിപ്പിഡ്സ് എപ്പോഴും സോളുബിൾ എന്നത് നോൺ പോളാർ ഓർഗാനിക് സോൾവെന്റിലായിരിക്കും സോളുബിൾ ആകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോമൺ സോൾവെന്റ് ഫോർ ലിപ്പിഡ്. ലിപ്പിഡിന്റെ കോമൺ ആയിട്ടുള്ള സോൾവെന്റ് എന്ന് പറയുന്നത് ഈതർ ആണ്. The melting point of fatty acids increases with the increase in chain length. Unsaturated fatty acids have lower melting points because they contain double bonds causing bends. Which property is used to dictate unsaturation in lipid? ഏത് പ്രോപ്പർട്ടി കൊണ്ടാണ് അൺസാച്ചുറേഷൻ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അയോഡിൻ വാല്യൂ. The rancidity of fats is mainly due to oxidation. Saponification refers to hydrolysis of fats with alcohol. Hydrolysis, fatum alcohol hydrolysis ആണ് saponification കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The product of saponification are അതിന്റെ ഫലമായിട്ട് ആ saponification നടക്കുന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്നത് സോപ്പും ഗ്ലിസറോളും ആയിരിക്കും. Hydrogenation of oil leads to. ഓയിൽസിന്റെ ഹൈഡ്രോജനേഷൻ എന്തിന് കാരണമാകും? കൺവേർഷൻ ഇൻടു സാച്ചുറേറ്റഡ് ഫാറ്റ്. സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ട് മാറാനുള്ള കാരണമായിരിക്കും. Which lipid property is related to acidity due to free fatty acid? Acid value. Emulsification of lipids is aided by bile salt. Lipids have high energy value because they are highly reduced compounds. Which of the following decreases fluidity of lipids? Lipids in the fluidity depend ചെയ്യുന്നത് saturation ആണ്. The greasy nature of lipids is due to non-polar nature. The peroxide value indicate degree of oxidation. Lipids float on water because they are less dense and non-polar. Which of the following increases lipid fluidity? Unsaturated fatty acid. Rancidity can be prevented by adding antioxidant. Oxidation നടക്കുന്നത് rancidity ഉണ്ടാകും. പ്രിവെന്റ് ചെയ്തത് adding antioxidants add ചെയ്താൽ മതി. The saponification value is inversely related to chain length of fatty acid. The primary function of lipid in the body is energy storage. Cholesterol plays an important role in membrane fluidity.
Which lipid act as a precursor for steroid hormone, cholesterol? Which lipid is involved in the bile salt formation, that cholesterol? ഇനി 61 മുതൽ 65 ക്വസ്റ്റ്യൻ പ്ലാന്റുമായി ബന്ധപ്പെട്ടതാണ്. അത് ജനറൽ ടോപ്പിക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം. ബോട്ടണിക്കാർക്ക് കൂടുതലായിട്ട് ചോദിക്കും. MSc സുവോളജിക്കാർക്ക് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് അറിയില്ല. കാരണം അനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ ഇത് ബോട്ടണിക്കാർ കൂടുതലായിട്ട് ഒന്നറിഞ്ഞിരിക്കും. പ്രൈമറി റോൾ ഓഫ് ലിപ്പിഡ്സ് ഇൻ സീഡ്, നമുക്കറിയാം എനർജി സ്റ്റോറേജ്. ഓയിൽ റിച്ച് സീഡ്സ് സ്റ്റോർ എനർജി മെയിൻലി ആസ്, അത് ലിപ്പിഡ്സ് ആണെന്ന് അറിയാം. During germination, stored lipids are converted into carbohydrate by glyoxylate cycle. Lipids help reduce water loss in plants by forming cuticle. Which of the following lipids helps in the cell recognition in plants? Glycolipids. അടുത്തത് ബീറ്റ ഓക്സിഡേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ബോട്ടണി സോളിലും ഓൾമോസ്റ്റ് ഈക്വൽ ആണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നടക്കുന്ന പ്ലേസ്, അതായത് ടേക്സ് പ്ലേസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതും അതുപോലെ ചില എൻസൈമിലുള്ള ചെറിയ വ്യത്യാസം മാത്രമാണ് കാണുന്നത്. ബീറ്റ ഓക്സിഡേഷൻ റെഫേഴ്സ് ടു, എന്താണ് ബീറ്റ ഓക്സിഡേഷൻ? ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റി ആസിഡ്. അപ്പൊ നിങ്ങൾ അത് ബീറ്റ ഓക്സിഡേഷൻ സ്റ്റെപ്പ് നന്നായിട്ട് പഠിക്കുക. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അർത്ഥം? ഫാറ്റി ആസിഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. ബീറ്റ ഓക്സിഡേഷൻ ഒക്കേസ് പ്രൈമർലി ഇൻ, അത് എവിടെ നടക്കുന്നു? സാധാരണ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ് ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത്. ഇൻ പ്ലാന്റ് സെൽ ബീറ്റ ഓക്സിഡേഷൻ മെയിൻലി ഒക്കേഴ്സ് ഇൻ, എന്നാൽ പ്ലാന്റ് സെല്ലിൽ നടക്കുന്നത് പെറോക്സിസോമാണ്, അല്ലെങ്കിൽ ഗ്ലയോക്സിസോമിലോ പെറോക്സിസോമിലായിരിക്കും കൂടുതലായിട്ട് ഇത് നടക്കുന്നത്. എൻഡ് പ്രോഡക്റ്റ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ, ബീറ്റ ഓക്സിഡേഷന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ, ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗൺ നടന്ന് അസറ്റൈൽ കോയായിട്ട് മാറുന്നതാണ് ബീറ്റ ഓക്സിഡേഷൻ. Each cycle of beta oxidation shortens fatty acid chain by 2 carbon. അതായത് ഓരോ പ്രോസസ്സിൽ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ 2 കാർബൺ വെച്ച് കുറഞ്ഞാണ് ഈ ഒരു ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. The enzyme responsible for activation of fatty acid. ഫാറ്റി ആസിഡിന്റെ ആക്ടിവേഷന് വേണ്ട എൻസൈം ആണ് അസൈൽ കോയെ സിന്തറ്റേസ്. The final steps in each cycle of beta oxidation is thiolysis. ഓർത്തിരിക്കുക. The germinating oil seeds beta oxidation is linked to നേരത്തെ പറഞ്ഞ glyoxylate cycle. The transport of fatty acyl CoA into mitochondria requires carnitine. Beta oxidation is an example of, beta oxidation example ആണ്. ഏതിന് എക്സാമ്പിൾ ആണ്? ഒരു കാറ്റാബോളിക് പാത്വേ ആണ്, അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ കാറ്റാബോളിക് കോംപ്ലക്സ് മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ നിന്ന് സിംപ്ലസ്റ്റ് മോളിക്യൂളായിട്ട് മാറുന്ന ഒരു പ്രോസസ് ആണ് ബീറ്റ ഓക്സിഡേഷൻ. അതായത് കാറ്റാബോളിക്സിന് എക്സാമ്പിൾ ആണ്. ദ പ്രൈമറി സൈറ്റ് ഓഫ് ഫാറ്റി ആസിഡ് സിന്തസിസ് ഇൻ പ്ലാന്റ്സ്, പ്ലാന്റ്സിലെ ഫാറ്റി ആസിഡ് സിന്തസിസ് നടക്കുന്നത് എവിടെയാണ്? അത് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിലാണ്. ഓർത്തിരിക്കുക. പ്രൈമറി സൈറ്റ് ഓഫ് ഫാറ്റി ആസിഡ് സിന്തസിസ് ഇൻ ആനിമൽ, എന്നാൽ ആനിമൽസിലെ ഫാറ്റി ആസിഡ് സിന്തസിസ് നടക്കുന്നത് സൈറ്റോസോളിലാണ്. The first committed step in fatty acid synthesis catalyzed by, ഫാറ്റി ആസിഡ് സിന്തസിന്റെ ആദ്യ സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് അസറ്റൈൽ കോയെ കാർബോക്സിലേസ്. അസറ്റൈൽ കോയെ കാർബോക്സിലേസ് കൺവേർട്സ് അസറ്റൈൽ കോയെ ഇൻടു അസറ്റൈൽ കോയെ കാർബോക്സിലേസ് എൻസൈം കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റുന്നു? മലോണൈൽ കോയെ ആയിട്ട് മാറ്റും. കോഫാക്ടർ റിക്വയർഡ് ബൈ അസറ്റൈൽ കോയെ കാർബോക്സിലേസ്, ഇതിന് വേണ്ട കോഫാക്ടർ എന്ന് പറയുന്നത് ബയോട്ടിൻ, വിറ്റാമിൻ B7 ആണ് ആവശ്യമായിട്ടുള്ളത്. In plants, NADPH for fatty acid synthesis mainly generated from, ഫാറ്റി ആസിഡ് സിന്തസിന് വേണ്ട NADPH പ്ലാന്റ്സിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയിലൂടെ ആയിരിക്കും. ഫാറ്റി ആസിഡ് സിന്തേസ് ഇൻ പ്ലാന്റ്സ് ഈസ്, ഫാറ്റി ആസിഡ് സിന്തേസ് പ്ലാന്റ്സിൽ ഒരു മൾട്ടി എൻസൈം കോംപ്ലക്സ് ആയിരിക്കും. ടൈപ്പ് 2 സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന മൾട്ടി എൻസൈം കോംപ്ലക്സ് ആണ് ഫാറ്റി ആസിഡ് സിന്തേസ് എന്നത് പ്ലാന്റ്സിൽ. ഫാറ്റി ആസിഡ് സിന്തേസ് ഇൻ ആനിമൽസ്, അപ്പൊ ആനിമൽസിലാണെങ്കിലോ എ സിംഗിൾ മൾട്ടി ഫങ്ഷണൽ പോളിപെപ്റ്റൈഡ് ടൈപ്പ് 1 ആയിരിക്കും. അതൊന്ന് ഓർത്തിരിക്കും. ദ കാരിയർ പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ ഫാറ്റി ആസിഡ് സിന്തസിസ്, ഫാറ്റി ആസിഡ് സിന്തസിന് വേണ്ട കാരിയർ പ്രോട്ടീൻ എന്ന് പറയുന്നത് അസൈൽ കാരിയർ പ്രോട്ടീൻ, അതായത് പാർട്ട് ഓഫ് ഫാറ്റി ആസിഡ് സിന്തേസ് കോംപ്ലക്സ്, അതിന്റെ ഒരു പാർട്ടായിട്ടുള്ളതാണ്. ദ ഇനിഷ്യൽ സബ്സ്ട്രേറ്റ് ഫോർ ഫാറ്റി ആസിഡ് സിന്തസിസ്, ഫാറ്റി ആസിഡ് സിന്തസിന് വേണ്ട ഇനിഷ്യൽ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് അസറ്റൈൽ കോയ തന്നെയാണ്. Which enzyme catalyzes the condensation of acetyl acyl carrier protein or ACP and malonyl ACP? ഇതിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസേഷന് ആവശ്യമായിട്ടുള്ളത് കീറ്റോ അസൈൽ സിന്തേസ് എൻസൈം ആണ്. The final product of de novo fatty acid synthesis is usually
palmitic acid 16:0 ratio. The enzyme responsible for chain termination is thioesterase or the primary precursor for cholesterol biosynthesis. അതായത് കൊളസ്ട്രോളിന്റെ ബയോസിന്തസിന് വേണ്ട പ്രൈമറി പ്രിക്കഴ്സർ എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ കൊളസ്ട്രോളിന്റെ ആവശ്യം വരുന്നത് നമുക്കൊരു ആനിമൽസിലാണ് കൊളസ്ട്രോൾ കൂടുതൽ കാണപ്പെടുന്നത്. പ്ലാന്റ്സിന് വളരെ കുറച്ച് മാത്രം, അത് ഫൈറ്റോസ്റ്റിറോൾ രൂപത്തിലാണ് കൊളസ്ട്രോൾ കാണപ്പെടുന്നത്. അതിന്റെ പ്രിക്കഴ്സർ ആയിട്ട് കാണപ്പെടുന്നത് എപ്പോഴും അസറ്റൈൽ കോയ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കൊളസ്ട്രോൾ സിന്തസിസ് ഇൻവോൾവ് ദ ഫോർമേഷൻ ഓഫ് HMG-CoA. The enzyme HMG-CoA reductase convert HMG-CoA into mevalonate. HMG-CoA reductase enzyme HMG-CoA എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? മെവാലോനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മെവാലോനേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു വിച്ച് 5 കാർബൺ യൂണിറ്റ്? മെവാലോനേറ്റിനെ ഏത് 5 കാർബൺ യൂണിറ്റ് ആണ് കൺവേർട്ട് ചെയ്യുന്നത്? ഓപ്ഷനിൽ IPP എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ഐസോപെന്റനൈൽ പൈറോഫോസ്ഫേറ്റ്. The rate limiting enzyme in cholesterol biosynthesis. കൊളസ്ട്രോളിന്റെ ബയോസിന്റെ ആവശ്യമായ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് HMG-CoA reductase ആണ്. Cholesterol biosynthesis occurs mainly in cytosol and smooth endoplasmic reticulum. The first sterol formed in cholesterol biosynthesis is ലാനോസ്റ്റിറോൾ. അനിമൽസിലാണ് ലാനോസ്റ്റിറോൾ, പ്ലാന്റ്സിലാണെങ്കിൽ സൈക്ലോആർട്ടിനോൾ എന്ന രൂപത്തിലായിരിക്കും ഇത് ഉണ്ടാകുന്നത്. Cholesterol contain how many carbon atoms? 27. Which of the following drugs inhibit cholesterol biosynthesis? Statins. Cholesterol is a precursor for all except കൊളസ്ട്രോൾ ഏതിന്റെ പ്രിക്കഴ്സർ ആണ്, എന്നാൽ ഏതിന്റെ അല്ല. നോക്കാം, ഗ്ലൈക്കോജൻ ഒഴിച്ച് ബാക്കി എല്ലാം തന്നിരിക്കുന്ന ബാക്കി എല്ലാത്തിന്റെയും പ്രിക്കഴ്സർ കൊളസ്ട്രോൾ തന്നെയാണ്. അതായത് സ്റ്റിറോയിഡ് ഹോർമോണുകളെയും ബൈൽ ആസിഡ്സിന്റെയും അതുപോലെ വിറ്റാമിൻ ഡിയുടെ ഒക്കെ പ്രിക്കഴ്സർ എന്നത് കൊളസ്ട്രോൾ തന്നെയാണ്. The pathway from acetyl-CoA to cholesterol is also known as mevalonate pathway. The synthesis of cholesterol requires large amount of NADPH. ലിപ്പിഡ്സ്, മെറ്റാബോളിസം ഓഫ് ലിപ്പിഡ്സ്, ഈ ടോപ്പിക്കാണ് റിവിഷൻ ചെയ്തത്. ഇതിൽ കൊളസ്ട്രോളിന്റെ സിന്തസിസ് ബോട്ടണിക്കാർക്കില്ല, സുവോളജിക്കാർക്കും ഉള്ള ടോപ്പിക്കാണ്. അതാണ് 88 ക്വസ്റ്റ്യൻ വരെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പത്തെ കുറെ ക്വസ്റ്റ്യൻസിലും പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ അറിയാം, പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സുവോളജിക്കാരെ പഠിക്കേണ്ടതില്ല. പഠിക്കുന്നതോട് തെറ്റുമില്ല, കാരണം ജനറൽ ടോപ്പിക്കിലോട്ട് വരുന്ന കാര്യങ്ങളാണ്. ലിപ്പിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലാന്റ്സിലും അനിമൽസിലും കോമൺ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എങ്കിലും അറിഞ്ഞിരിക്കുക. അതുപോലെ സുവോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ബോട്ടണിക്കാരും ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം ലിവിങ് ഓർഗാനിസം ആണല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ പൊതുവായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ എൻസൈം എന്ന ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.